മിസോറാമിന്റെ സംസ്ഥാന മൃഗമാണ് ഹിമാലയൻ സെറോ. മലയാളത്തിൽ ഇവയെ ഹിമാലയൻ ആടെന്നറിയപ്പെടുന്നു. ആട്, കഴുത, പശു, പന്നി എന്നീ മൃഗങ്ങളുടെ സമ്മിശ്ര രൂപമാണ് ഇതിനുള്ളത്. വലിയ തല, കട്ടിയുള്ള കഴുത്ത്, ചെറിയ കൈകാലുകൾ, നീണ്ട കോവർ കഴുതയെ പോലുള്ള ചെവികൾ, ഇരുണ്ട രോമം എന്നിവയുള്ള ഒരു ഇടത്തരം സസ്തനിയാണിത്. ഇതിന്റെ രോമം കറുപ്പ് കലർന്ന ഇരുണ്ട നിറം മുതൽ കടും തവിട്ട് വരെ വ്യത്യാസപ്പെടുന്നു. വശങ്ങളിലും പിൻകാലുകളിലും മുൻകാലുകളിലും തുരുമ്പിച്ച ചുവപ്പ് നിറവും മുട്ടിന് താഴെ വെള്ള നിറത്തിലും കാണപ്പെടുന്നു. മുഖത്തും കഴുത്തിലും നേരിയ പാടുകൾ കാണാം. ആണിനും പെണ്ണിനും കൊമ്പുകൾ ഉണ്ടാകും. ഇവ പിന്നിലേക്ക് വളഞ്ഞ ആകൃതിയിലാണ് കാണപ്പെടുന്നത്. ആൺമൃഗത്തിന് 90 സെന്റിമീറ്റർ ഉയരവും 60 മുതൽ 80 കിലോ ഭാരവുമുണ്ട്. അതേസമയം പെൺമൃഗം അല്പം ചെറുതാണ്. ഏകദേശം 75 സെന്റിമീറ്റർ ഉയരവും 35 മുതൽ 45 കിലോ വരെ ഭാരവുമുണ്ട്. ഇന്ത്യയിൽ ഹിമാചൽ പ്രദേശ്, മിസോറാം, സിക്കിം, അസം എന്നിവിടങ്ങളിൽ ഇവയെ കണ്ടുവരുന്നു. ഇവ സസ്യഫുക്കുകളാണ്. പ്രധാനമായും ഇലകൾ, പുല്ല്, മുളകൾ, ചെറുചെടികൾ എന്നിവയാണ് ആഹാരം. ലോകത്ത് നിരവധി ഇനം സെറോകളുണ്ട്. അവയെല്ലാം ഏഷ്യയിലാണ് കാണപ്പെടുന്നത്. എന്നിരുന്നാലും ഹിമാലയൻ സെറോ ഹിമാലയൻ മേഖലകളിൽ മാത്രമായി പരിമിതപ്പെട്ടിരിക്കുന്നു. ഏകാന്തത ഇഷ്ടപ്പെടുന്ന ഇവർ പൊതുവെ ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നു. മനുഷ്യരെ കാണുമ്പോൾ പെട്ടെന്ന് ഒഴിഞ്ഞു മാറുന്ന സ്വഭാവമാണ് ഇവയ്ക്കുള്ളത്. അതിനാൽ ഇവയെ കണ്ടെത്തുക പ്രയാസമാണ്. ശൈത്യകാലത്ത് ഇവ ചെറിയ കൂട്ടങ്ങളായി ജീവിക്കുന്നു. പുലർച്ചെയും സന്ധ്യാസമയത്തുമാണ് ഇവ ഏറ്റവും കൂടുതൽ സജീവമാകുന്നത്. കടുപ്പമേറിയ പാറക്കെട്ടുകളും ഇടതൂർന്ന കാടുകളുമാണ് ഇവയുടെ പ്രധാന താവളം. കുത്തനെയുള്ള ചരിവുകളിലും പാറക്കെട്ടുകളിലും എളുപ്പത്തിൽ ഇവയ്ക്ക് കയറാൻ കഴിവുണ്ട്. ആവാസ വ്യവസ്ഥയുടെ നാശം, വേട്ടയാടൽ എന്നിവയാണ് ഇവ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ. ഹിമപ്പുലി, ഹിമാലയൻ ചെന്നായ എന്നീ മൃഗങ്ങൾ ഇവയെ വേട്ടയാടുന്നു. മനുഷ്യർ ഇവയുടെ മാംസം, തോൽ, കൊമ്പുകൾ എന്നിവയ്ക്കായി വേട്ടയാടുന്നതും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവി സംരക്ഷണ നിയമത്തിന് കീഴിൽ ഉൾപ്പെടുത്തിയ ജീവി ആയതിനാൽ ഇതിനെ വേട്ടയാടുന്നത് ക്രിമിനൽ കുറ്റകരമാണ്. ഇന്ത്യയുൾപ്പെടെ പല പ്രദേശങ്ങളിലും ജനസംഖ്യ കുറഞ്ഞു വരുന്നതിനാൽ ഹിമാലയൻ സെറോയെ ഒരു ദുർബല ഇനമായി കണക്കാക്കുന്നു.